ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വെറും 2 ടീസ്പൂൺ റവ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. വായിലിട്ട് അലിഞ്ഞു പോകും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 2 കപ്പ് മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ 2 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഫ്രഷ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ബട്ടറാണ് കേട്ടോ. ബട്ടർ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ പുഡിങ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഷുഗറാണ്. നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഷുഗറൊക്കെ ഒന്ന് മിൽക്ക് കടന്നിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇനി നമ്മൾ ഈ മിൽക്കൊന്ന് തിളച്ച് വരുന്ന ടൈമിലാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പാലൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വറുത്ത റവയാവുക വറുക്കാത്ത റവയൊക്കെ എടുക്കുക കേട്ടോ. ഏത് റവയായാലും കുഴപ്പമൊന്നുമില്ല. 2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകും. ഇനി നമ്മൾ റവ ഒന്ന് നല്ലതുപോലെ വെന്തിട്ട് ഒന്ന് തിക്കായിട്ട് കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു കളർഫുള്ളുമാണ്, നല്ലൊരു ടേസ്റ്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റവ നല്ലതുപോലെ ഒന്ന് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ വെന്ത് കിട്ടണം കേട്ടോ റവ. എങ്കിലേ നമുക്ക് പുഡിങ്ങായിട്ട് സെറ്റ് ചെയ്ത് വരുമ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാകുള്ളൂ, നല്ല സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ റവ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് 2-3 മിനിറ്റും കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ടയാവാതെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ റവ നല്ലതുപോലെ ചൂടൊക്കെ പോയി ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2 മുട്ട എടുക്കാം. ഞാൻ 2 മുട്ടയാണ് ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ 2 ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. വാനില എസൻസ് ചേർക്കുമ്പോൾ നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ ഈ പുഡിങ്ങിന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റവയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് മൊത്തം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ നല്ലതുപോലെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഉണ്ടാക്കാൻ പോണത് ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിൽ കേക്കിൻ്റെ ടിന്നിലാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിലും ചെയ്യാം, നമ്മളെ കയ്യിൽ ഏത് പാത്രത്തിലും ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഏത് പാത്രം എടുക്കുകയാണെങ്കിലും അതിൻ്റെ അടിയിൽ നെയ്യോ ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കണം കേട്ടോ. പെട്ടെന്നൊന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഞാനിതൊന്നൊരു ഒന്നും കൂടി ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഹെയർ ഷേപ്പ് ഉള്ളത് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് പാത്രമാണോ അത് എടുക്കുക കേട്ടോ. പിന്നെ അടുപ്പിലെ പാത്രമാണ് ഉള്ളത് വെച്ചെങ്കിൽ അതിൽ നിന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഹെയർ ഷേപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിന് ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞ് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മൂടിയുള്ള പാത്രങ്ങളോ അട്ടിപ്പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും കേട്ടോ. ഇനി അത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു തട്ടും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ ഇത് ഹെഡ് ഷേപ്പ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ തട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടുള്ള വെള്ളം അത്യാവശ്യം ചൂടായിട്ട് വരണം കേട്ടോ. ഇനി ഫ്ലെയിം നല്ലോണം കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇനി അഥവാ കുക്കായിട്ടില്ലെങ്കിൽ ഒരു 2-3 മിനിറ്റും കൂടി പിന്നെയും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് സെറ്റായി ഒന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഒരു സ്ക്വയറോ ടോപ്പിക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് വല്ല കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അതിന് ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നല്ലതുപോലെ കുക്കായി എന്നാണ് അർത്ഥം. ഇല്ലെങ്കിൽ ഒന്നും കൂടി നമുക്കിത് 2-3 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി വരട്ടെ. എന്നിട്ട് നമുക്കിതിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ചൂടൊക്കെ ഒന്ന് പോയി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാനൊന്ന് കത്തി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കണം, ഒന്ന് തട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ചൂട് പോയതിന് ശേഷം മാത്രം, തണുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ആക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ മുകൾ വശമൊക്കെ നല്ലതുപോലെ തട്ടി കൊടുക്കുക, എന്നിട്ട് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെ പുഡിങ് അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പൊട്ടിപ്പോയിട്ടൊന്നും നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഇത്തിരി ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു ഗാർണിഷിങ്ങിനും പിന്നെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ ഉള്ളവർ ചേർത്താൽ മതി. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടില്ല നമ്മൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ടൊക്കെ കിട്ടും. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. വായിലിട്ട് അലിഞ്ഞു പോകും, അത്രയ്ക്ക് ടേസ്റ്റുമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അതുവരേക്കും അസ്സലാമു അലൈക്കും.